യൂറോ കപ്പിൽ ഇന്ന് പോളണ്ട് നെതർലാൻഡിനെയും സ്ലൊവേനിയ ഡെൻമാർക്കിനെയും നേരിടും. തിങ്കളാഴ്ച പുലർച്ചെ നിലവിലെ ഫൈനലിസ്റ്റുകളായ ഇംഗ്ലണ്ടും സെർബിയയും ഏറ്റുമുട്ടും. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, ധാരാളം ആരാധകരുള്ള ഫാൻസ് ക്ലബ്ബുകളുള്ള താരങ്ങളൊക്കെ ഇന്നിറങ്ങുമ്പോൾ കളിമൈതാനങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ലിബേഷ്, ഇന്ന് ആദ്യ മത്സരത്തിൽ പോളണ്ട് നെതർലാൻഡിനാണ് നേരിടുന്നത്. ഈ ഒരു മത്സരം നോക്കുമ്പോൾ ഇതിൽ മേധാവിത്വം നെതർലാൻഡിനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം കഴിഞ്ഞ ഒരു 12 മത്സരം പരിശോധിക്കുമ്പോൾ അതിൽ പോളണ്ടിന് ഒരു മത്സരം പോലും വിജയിക്കാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ നെതർലാൻഡിനാണ് ഒരു ആധിപത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഫോർമേഷൻ പരിശോധിക്കുമ്പോൾ പോളണ്ട് 3-5-2 എന്ന ഫോർമേഷനിലും നെതർലാൻഡ് 4-3-3 എന്ന ഫോർമേഷനിലുമായിരിക്കും. ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരിക്കും നെതർലാൻഡിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുക. അതേസമയം തന്നെ പോളണ്ട് 3-5-2 എന്ന ഫോർമേഷൻ, അതായത് മധ്യനിരയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാകും ഇന്ന് മൈതാനത്ത് പോളണ്ട് ഇറങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു നിരാശയുണ്ടാക്കുന്ന, അതായത് പോളണ്ട് ആരാധകർക്കും ഒപ്പം തന്നെ നെതർലാൻഡ് ആരാധകർക്കും നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ടു ടീമിലെയും ചില പ്രധാന താരങ്ങൾ പരിക്കിനെ തുടർന്ന് ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുന്നില്ല എന്നതാണ്. പോളണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ ലെവൻഡോസ്കി ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടം ഒരുപക്ഷെ അദ്ദേഹത്തിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടേക്കാം എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ജൂൺ 21 നടക്കുന്ന ഓസ്ട്രിയക്കെതിരെ നടക്കുന്ന പോളണ്ടിന്റെ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വരും എന്നാണ് നിലവിൽ മാനേജ്മെന്റ് അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ നെതർലാൻഡിന്റെ നിര പരിശോധിക്കുമ്പോൾ അതിൽ പ്ലേ മേക്കറായ ഫ്രങ്കി ഡി ജോങ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങില്ല. ഒപ്പം തന്നെ റൂൺ കൂപ്പ് മൈനേഴ്സും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു മത്സരം എന്ന് പറയുന്നത് സ്ലൊവേനിയയും ഡെൻമാർക്കും തമ്മിലുള്ള മത്സരമാണ്. ഇതിൽ ഹെഡ് ടു ഹെഡ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഡെൻമാർക്കിന് തന്നെയാണ് ഈ മത്സരത്തിൽ ഒരു ആധിപത്യം കാണാൻ സാധിക്കുന്നത്. സ്ലൊവേനിയ ഇന്നത്തെ ഈ മത്സരത്തിൽ 4-4-2 എന്ന ഫോർമേഷനിലും ഡെൻമാർക്ക് 3-4-1-2 എന്ന ഒരു ഫോർമേഷനിലുമായിരിക്കും ഇറങ്ങുക. ഡെൻമാർക്കിന് തന്നെയാണ് ആധിപത്യം. അതിനാൽ തന്നെ ഡെൻമാർക്ക് ഒരു പ്രസ്സിംഗ് ഗെയിം തന്നെയാകും ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെക്കുക. അതിനെ പ്രതിരോധിക്കുക എന്ന ഒരു തന്ത്രമായിരിക്കും സ്ലൊവേനിയ പുറത്തെടുക്കുക. അതിനാൽ തന്നെയാണ് 4-4-2, അതായത് പ്രതിരോധ നിരയും ഒപ്പം തന്നെ മധ്യനിരയും ശക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഫോർമേഷനിൽ ഇന്ന് സ്ലൊവേനിയ ഇറങ്ങുക. അതേസമയം നാളെ പുലർച്ചെ നടക്കുന്ന മത്സരം അത് ഇംഗ്ലണ്ടും സെർബിയയും തമ്മിലുള്ള മത്സരമാണ്. നിലവിൽ യൂറോ കപ്പ് ഫൈനലിസ്റ്റായ ടീമാണ് ഇംഗ്ലണ്ട്. അതിനാൽ തന്നെ ഒരു വിജയത്തോടു കൂടി തന്നെ മത്സരം തുടങ്ങാൻ തന്നെയാവും ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഇംഗ്ലണ്ടും സെർബിയയും തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് പരിശോധിക്കുമ്പോൾ 15 മത്സരങ്ങളാണ് നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. അതിൽ 6 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് വിജയിച്ചു, 4 മത്സരങ്ങൾ സെർബിയ വിജയിച്ചു, 5 മത്സരങ്ങൾ സമനിലയിൽ പിരിയുകയായിരുന്നു. ഒപ്പം തന്നെ അവസാനത്തെ ഒരു 5 മത്സരം എടുക്കുമ്പോൾ അതിൽ 4 മത്സരങ്ങളിലും ഇംഗ്ലണ്ട് ആധിപത്യം തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഒരൊറ്റ മത്സരം മാത്രമാണ് സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത്. ഫോർമേഷൻ പരിശോധിക്കുമ്പോൾ ഇംഗ്ലണ്ട് 4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും ഇറങ്ങുക. കാരണം ഇംഗ്ലണ്ടിന്റെ ആ ഒരു നിര പരിശോധിക്കുമ്പോൾ മുന്നേറ്റത്തിൽ ശക്തരായ താരങ്ങളാണ് ഉള്ളത്. ഹാരി കെയിനെയും സാക്കയെയും ബെല്ലിംഗ്ഹാമിനെയും ഒക്കെ പോലുള്ള ഏതു നിമിഷവും എതിർ ഗോൾവലയിലേക്ക് പന്തെത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ശക്തരായ മുന്നേറ്റ നിര താരങ്ങളാണ് ഇംഗ്ലണ്ടിലുള്ളത്. അതിനാൽ തന്നെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാകും ഇത്തരത്തിൽ ഈ മത്സരത്തിൽ സെർബിയക്കെതിരെ പുറത്തെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ, അതായത് ശക്തമായ മുന്നേറ്റ നിര ഇല്ലെന്നാൽ തന്നെ സെർബിയ ഒരുപക്ഷെ പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് പരമാവധി ആ മുന്നേറ്റ നിരയെ പിടിച്ചു കെട്ടുവാനുള്ള ഒരു തന്ത്രമായിരിക്കും സെർബിയ പുറത്തെടുക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 3 മത്സരങ്ങളും എടുത്തു നോക്കുമ്പോൾ വളരെ വാശിയേറിയ മത്സരങ്ങൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ലോക ഫുട്ബോളിലെ പ്രധാന താരങ്ങളൊക്കെ ഈ മത്സരങ്ങളിലായി കളത്തിലിറങ്ങുകയാണ്. ലിബീഷ്, ശരി അമൽ.